واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബക്കാരുടെയും മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ലോക മുസ്ലിമുകൾ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് യഥാർത്ഥ മുസ്ലിമായി ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പോരിശകൾ ഒരുപാട് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്ത് റമദാനിന്റെ പോരിശ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ എല്ലാ മാസവും റമദാനാകാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. കാരണം ഒരു സുന്നത്ത് നമസ്കാരത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫർദിന്റെ കൂലിയാണ് തരുന്നത്. ഒരു ഫർദായ ഇബാദത്തിന് 70 ഇരട്ടിയും 70,000-ഓളം ഇരട്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ നോമ്പ് കൊണ്ടും അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെടുന്നത് കൊണ്ടും നിസ്കരിക്കുന്നത് കൊണ്ടും ഒരു മുസ്ലിമായ നിലയ്ക്ക് ഞാനും നിങ്ങളും എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാനും നിങ്ങളൊന്നും ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ പരലോകവുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമുക്ക് കിട്ടുന്ന രണ്ടേ അവസരങ്ങൾ, ഒന്ന് നിസ്കരിക്കുമ്പോഴും മറ്റൊന്ന് ഖുർആൻ ഓതുമ്പോഴുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. എങ്ങനെ? നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടും ആ ക്ഷമയിലൂടെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം. ഈ ക്ഷമയും നിസ്കാരം കൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതേ സൂറത്തിൽ തന്നെ ഇന്ന് നമ്മൾ സുബൈക്ക് ഓതിയ സൂറത്തിൽ ആയത്തുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമാവാത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെ കൊണ്ട് ഒരു വിശ്വാസിയെ അല്ലാഹു പരീക്ഷിക്കും. അവന്റെ ജോലി സംബന്ധമായി, അവന്റെ കുടുംബ സംബന്ധമായി, അവന്റെ കൃഷിസ്ഥലം സംബന്ധമായി, അവന്റെ മക്കളെ കൊണ്ട്, അങ്ങനെ പല രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടും അല്ലാഹു പറയുന്നു, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവരാരാണോ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത നൽകുന്നത്. അല്ലദീന ഇദാ അസ്സാബഹും മുസീബ, അവർക്ക് എന്തെങ്കിലും വിപത്ത് വന്നു പോയാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാം അല്ലാഹു നൽകിയതാണ്, എല്ലാത്തിൻ്റെ മടക്കവും റബ്ബിലേക്കാണ് എന്ന് ഒരു ചിന്ത ഒരു സത്യവിശ്വാസികൾ ഉണ്ടാകണം. അങ്ങനെയുള്ള വിഭാഗത്തെ അല്ലാഹു പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ. നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ, അല്ലാഹു നീ കരുണ ചൊരിയണേ എന്ന് ഞാൻ നിങ്ങൾ ചോദിക്കും. പക്ഷേ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ കരുണ ലഭിക്കുന്ന വിഭാഗമാരാണ്, ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ. ആ വിഭാഗക്കാർക്ക്, ക്ഷമിക്കുന്ന ആ വിഭാഗക്കാർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥ സന്മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നവരെന്നും
വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങൾ വന്നാലും, ഈ നോമ്പിൽ ചൂട് വേനൽ നമുക്ക് പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ പോലും വിശുദ്ധമായ റമദാനിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ റമദാനിൽ എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ക്ഷമയോടുകൂടി നമ്മളെല്ലാം റബ്ബിലേക്ക് തവക്കൽ ചെയ്ത് ജീവിക്കണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ക്ഷമാശീലനെ അല്ലാഹു സഹായിക്കുന്നത് പോലെ നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് اللهم اجعل هذا الشهر الشريف لطيف رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا من الديون والمظالم والنار ونجنا من النار. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ولا حول ولا قوة إلا بالله العلي العظيم. اللهم സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹീതമായ മസ്ജിദിൽ നിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അല്ലാഹുവേ ദുആ കൊണ്ട് ഞങ്ങൾ കടമപ്പെട്ടവർ, അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സുജൂദുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു സുജൂദെങ്കിലും ഞങ്ങളിൽ നിന്ന് നീ പരിഗണിക്കണേ റബ്ബേ. അത് കാരണമായി ഞങ്ങളുടെ മുഴുവൻ അമലുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നോമ്പുകാരായി കൊണ്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സാധുക്കളാണ് റബ്ബേ. അല്ലാഹുവേ നിനക്ക് വേണ്ടിയുള്ള ഇബാദത്താണെന്ന് ഞങ്ങൾക്കറിയാം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റമദാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പള്ളിയെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. നോമ്പുകളുമായി എന്തെല്ലാം ആവശ്യമാണോ, ആരെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ, പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ എല്ലാവരെയും പ്രത്യേകം നീ പരിഗണിക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ റബ്ബേ. നരകത്തിൽ നിന്നും അവരെയും അവരുടെ കുടുംബങ്ങളെയും നീ ഹറാമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ യാത്രകളെല്ലാം നീ ബറക്കത്തിലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ ദിനേന ഞങ്ങൾ അപകട മരണങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നു റബ്ബേ. അല്ലാഹുവേ അതിലൊന്നും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളെ പെടുത്തല്ലേ റബ്ബേ. അപകട മരണങ്ങളെ നിന്ന് ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങൾ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കച്ചവടക്കാരുടെ കച്ചവടങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ
സുഖപ്രസവം നൽകണേ അല്ലാഹ്. സ്വലീഹങ്ങളായ സന്താനങ്ങൾ നൽകണേ റബ്ബേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് റബ്ബേ, രോഗശമനം നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഏത് മാറാവ്യാധികളാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഖുർആനിന്റെ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടെ ജോലികൾ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ നോമ്പുകളുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഉയർച്ച നൽകണേ റബ്ബേ. വളർച്ച നൽകണേ അല്ലാഹ്. അസൂയയിൽ നിന്നും നീ കാക്കണേ റബ്ബേ. സാഗരികളെ സിഗറിനെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെയും ഞങ്ങളുടെയും ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. സിറാത്ത് എളുപ്പമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ റബ്ബേ. സ്വർഗ്ഗം നസീബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. വെള്ളം വേണോ? കിട്ടിയാ